1998 മുതൽ ബി ജെ പിക്ക് ഡൽഹി കയ്യെത്താ ദൂരത്താണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു ഡൽഹിയിൽ. ഡൽഹി ബി ജെ പി പിടിക്കുമോ, ആപ്പിൻ്റെ ആപ്പീസ് പൂട്ടുമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. പല പ്രവചനങ്ങളും വരുന്നത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരൊക്കെ പ്രവചിക്കുന്നത് 36 സീറ്റ് AAP നേടും, 34 സീറ്റ് ബി ജെ പി നേടും എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും AAP തന്നെ, ആപ്പ് തന്നെ ഡൽഹി ഭരിക്കും എന്ന് പലരും പറയുമ്പോഴും ഇത്തവണ കാവിക്കൊടി പാറുമോ ഡൽഹിയിൽ എന്നാണ് ജനങ്ങൾക്ക് അറിയാനുള്ളത്. അല്ല, ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രവചനം വന്നത് ഫലോദി സത്ത ബസാർ എന്ന് പറഞ്ഞൊരു ഏജൻസി ഒരു തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറും. ബി ജെ പിക്ക് 35+ സീറ്റുകൾ കിട്ടും. ആകെ 70 സീറ്റുകളാണുള്ളത്. ഇപ്പോൾ ബി ജെ പിക്ക് എത്ര സീറ്റുണ്ട്? 7 സീറ്റ് മറ്റോ അല്ലേ? 7 സീറ്റുകളുള്ള ബി ജെ പിക്ക് മിനിമം 35 സീറ്റുകൾ കിട്ടും. അത് പ്ലസ് ആവാനാണ് സാധ്യത. ആം ആദ്മി പാർട്ടി വല്ലാതെ പിന്നോട്ട് പോകും. പകരം ആം ആദ്മി പാർട്ടിക്ക് പകരമായി ആം ആദ്മി പാർട്ടിയുടെ പല സീറ്റുകളിലും കയറി വരാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ്സിന് 3 മുതൽ 10 വരെ സീറ്റുകൾ കിട്ടാമെന്നാണ് പ്രവചിക്കുന്നത്. കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകൾ പോകുന്നത് തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നിശ്ചയമായും മുസ്ലിം വോട്ടുകളാണ്. ഈ മുസ്ലിം വോട്ടുകൾ വല്ലാതെ കോൺഗ്രസ് ടാർഗറ്റ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ച് വിടുന്നതെന്നറിയോ? സീലാംപൂർ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷം മേഖലയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രചാരണം ആരംഭിച്ചത്. അത് എങ്ങനെ? തലയിൽ മുസ്ലിങ്ങൾ വെക്കുന്ന തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ ആരംഭിച്ചത്. ജയ് ഭീം, ജയ് സംവിധാൻ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഭീം മീം, ഭീം എന്ന് പറഞ്ഞാൽ ദളിത് പിന്നോക്ക വിഭാഗക്കാരെ കാണിക്കുന്നതാണ്, മീം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ. ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ മേഖലകളിൽ കടന്നു കയറുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ CAA വിരുദ്ധ സമരം നടന്നത് അതിൻ്റെ പ്രഭവ കേന്ദ്രം സീലാംപൂരായിരുന്നു. സീലാംപൂർ അടക്കമുള്ള പ്രദേശങ്ങൾ കോൺഗ്രസ് വല്ലാതെ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, ഈ സീലാംപൂരിൽ ഇപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മുൻ ആം ആദ്മി പാർട്ടി നേതാവിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അവർക്ക് ഇത്രയും കാലം ഭരിച്ചതിൻ്റെ ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങളിൽ പെട്ടിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അതുകൂടാതെ അവരുടെ മുസ്ലിം വോട്ട് ബാങ്കുകളിൽ ഒരു മുസ്ലിം ഇമാമിനെ പോലെ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കടന്നുകയറ്റം, ഇത് ആം ആദ്മി പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഈ സീലാംപൂരിൽ 55-60% മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ഈ അബ്ദുൾ റഹ്മാൻ ചൗധരി, കോൺഗ്രസ് നേതാവ് ചൗധരി, 5 തവണ ചൗധരി മൈദീൻ അഹമ്മദ് കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയായിരുന്ന സ്ഥലമാണ് സീലാംപൂർ. അവിടെയൊക്കെ ഇപ്പോൾ മേൽക്കൈ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിം മേഖലകളിൽ കോൺഗ്രസ് കടന്നു കയറുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇനി മാത്രമല്ല, 27 വർഷമായിട്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം ഈ മുസ്ലിം വോട്ടുകൾ, പിന്നെയുള്ളത് ഗോകുൽപുരി, സീമാപുരി, തിമിർപൂർ, ബുഹാരി തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ട് ദളിത് വോട്ടുകളുണ്ട്. ഈ വോട്ടുകളുടെ ഒരു കോൺസെൻട്രേഷനോടെ വരുമ്പോഴത്തേക്ക് ഒരു 10-15 സീറ്റുകളെങ്കിലും വലിയ തോതിൽ ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയെക്കാളും കോൺഗ്രസിനേക്കാളും മേൽക്കൈ ഏകപക്ഷീയമായി കിട്ടുമായിരുന്നു. പക്ഷെ ആ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഈ ദളിത് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ വിഘടിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. മാത്രമല്ല, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് ഇപ്പോൾ പറയുന്ന ആരാന്നറിയോ? ബി ജെ പിയേക്കാൾ ശക്തമായി കോൺഗ്രസ് പറയുന്നു. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രം. ഇനി മാത്രമല്ല, ഇവർ സൗജന്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഈ ആം ആദ്മി പാർട്ടി വോട്ട് പിടിച്ചിരിക്കുന്നത്. വൈദ്യുതി കൊടുക്കും. ഇപ്പം പറയുന്ന റിക്ഷാക്കാർക്കെല്ലാം 1 ലക്ഷം രൂപ കൊടുക്കുന്ന പ്രഖ്യാപനം ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാലം അത്രയും നമ്മൾ നോക്കൂ, ഇന്ത്യയിൽ 1 ലക്ഷം രൂപ വീതം ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ബോണ്ടൊക്കെ എഴുതി കൊടുത്തു, ഞങ്ങൾ ജയിച്ച ഉടനെ 1 ലക്ഷം രൂപ കിട്ടുമെന്നും പറഞ്ഞു. എന്നിട്ട് പാവം പെണ്ണുങ്ങളെല്ലാം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് UP-യിലൊക്കെ പോയി ഈ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പറ്റിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ട് പോലും ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരാനുകൂല്യവും പ്രഖ്യാപിച്ചില്ല. എന്തെങ്കിലും ഫ്രീ ബീസ് ബി ജെ പി പ്രഖ്യാപിച്ചോ? ഇല്ല. പക്ഷെ ബി ജെ പി ഇപ്പം നിറം മാറിയിരിക്കുന്നു. ബി ജെ പി പഴയ ബി ജെ പി അല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പി കുറേ പാഠങ്ങൾ പഠിച്ചിട്ടാണോ എന്നറിയില്ല.
ദില്ലി 27 വർഷമായി ബി ജെ പിക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്നുള്ളത് ബി ജെ പി വളരെ നിർണായകമായി കാണുന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടിയോട് മത്സരിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. ബി ജെ പി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വനിതകൾക്ക് 2500 രൂപ മാസം കൊടുക്കും. ഇതിനു മുമ്പ് ബി ജെ പി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇത് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലൊക്കെ ബി ജെ പി ഇങ്ങനെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത്. ഹരിയാനയിലും അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്രയിലും ഇന്ത്യയെ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ബി ജെ പിയുടെ ഒരു നിലപാട് മാറ്റം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന തരത്തിൽ പോകുമ്പോൾ ജനങ്ങൾക്ക് ഭരണ മികവോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ, നല്ല റോഡുകളും നല്ല വിമാനത്താവളങ്ങളും ബസ് സ്റ്റേഷനുകളും മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് നേരിട്ട് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഇവിടെ കൊടുക്കണമെന്നുള്ള പ്രായോഗിക സമീപനത്തിലേക്ക് ബി ജെ പിയും വരുന്നു. അതുകൊണ്ടാണ് 2500 രൂപ പ്രതിമാസം കൊടുക്കും. അഡൽട്ട് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് വളരെ സൗജന്യ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ക്യാൻറ്റീനുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ കർണാടകയിലെ അമ്മ ക്യാൻറ്റീനുണ്ട് എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിലെ അമ്മ ക്യാൻറ്റീൻ നന്മ ക്യാൻറ്റീനോ മറ്റാണ് കർണാടകയിലുള്ളത് എന്ന് പറയുന്ന പോലെ അഡൽട്ട് ക്യാൻറ്റീനുകൾ സ്ലം ഏരിയകൾ, ചെറിയ പ്രദേശങ്ങളിലൊക്കെ അഡൽട്ട് ക്യാൻറ്റീനുകൾ ആരംഭിക്കാൻ പോകുന്നു. പിന്നെ ഉള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം, ഈ ഗ്യാസ് സിലിണ്ടറുകളുണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടറുകൾക്ക് സബ്സിഡി 500 രൂപ സബ്സിഡി കൊടുക്കും. അതുകൂടാതെ ഹോളി ദീപാവലിയൊക്കെ വരുമ്പോൾ ഓരോ ഗ്യാസ് സിലിണ്ടർ സൗജന്യം. പിന്നെ 21,000 രൂപ ഗർഭിണികൾക്ക് ഗർഭിണിയായി നിറഞ്ഞ 21,000 രൂപ കൊടുക്കും. അതുകൂടാതെ അവർക്ക് പോഷകാഹാരങ്ങൾ 6 പോഷകാഹാരങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കും. ഇനി കുഞ്ഞുങ്ങൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച 5000 രൂപ കൊടുക്കും. ഈ രണ്ടാമത്തെ കുട്ടി ജനിക്കുകയാണെങ്കിൽ 6000 രൂപ കൊടുക്കും. ഇങ്ങനെ നിരവധി പദ്ധതികൾ, വൈദ്യുതി സബ്സിഡി, വെള്ളത്തിൻ്റെ സബ്സിഡി തുടങ്ങിയുള്ള ആനുകൂല്യങ്ങളും കൂടെ വെച്ചിട്ടാണ് ബി ജെ പി മത്സരിക്കുന്നത്. ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത പാവപ്പെട്ടവരുടെ പടയാളി എന്നൊക്കെ പറഞ്ഞു വരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ശീഷ് മഹൽ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട വലിയ കൊട്ടാരമുണ്ടല്ലോ. പുള്ളിക്കാരൻ എങ്ങനെ കാണുമ്പോൾ ഓവർ സൈസ് ഉടുപ്പ്, 40 ഉടുപ്പ് വേണ്ട ആൾ 44 ഉടുപ്പിട്ട് നടക്കും, വള്ളിച്ചെരുപ്പ്, പാരകണ്ട ചെരുപ്പാണ് ഇടുന്നത്, ഓട്ടോറിക്ഷ കയറി സഞ്ചരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. പുള്ളി താമസിക്കുന്നത് കൊട്ടാരത്തിലാണ്. കക്കൂസിന് 14 ലക്ഷം രൂപയുടെ കക്കൂസാണ്. കാരണം ഓട്ടോമാറ്റിക്, പുള്ളി അവിടെ ഇരുന്നാൽ ഓട്ടോമാറ്റിക് അത് ഓപ്പൺ ചെയ്തിരിക്കും, വന്ന് കഴുകി കൊടുക്കും. ഇതിനൊക്കെയുള്ള കക്കൂസാണ്. മാത്രമല്ല ഈ പറയുന്ന വള്ളിച്ചെരുപ്പ് വിട്ട് ലൂസായ ഷർട്ട് വിട്ട് ഓട്ടോറിക്ഷ കയറുന്ന കെജ്രിവാളിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് കെജ്രിവാളിൻ്റെ അതിൻ്റെ ആ വീഡിയോ എഡിറ്റഡായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം കാണിച്ചു. പുള്ളി ഇറങ്ങി വരുന്നത് ഒരു ദിവസം 2.5 ലക്ഷം രൂപ വാടകയുള്ള 7 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ്. ദിവസം 2.5 ലക്ഷം രൂപ വാടക കൊടുത്ത് സപ്തനക്ഷത്ര, പഞ്ചനക്ഷത്രം പോലുമല്ല, സപ്തനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിട്ട് വള്ളിച്ചെരുപ്പും ലൂസ് ഷർട്ട് വിട്ട് ഓട്ടോറിക്ഷ കയറി നടക്കുന്ന ഒരു ഹിപ്പോക്രറ്റ്, തനി കാപട്യക്കാരൻ. അതാണ് കെജ്രിവാൾ എന്നുള്ള ഇമേജ് വന്നു കഴിഞ്ഞു. വലിയ തോതിൽ അഴിമതിയുണ്ട്. ഈ പറഞ്ഞ പല പദ്ധതികളും നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇക്കുറി ദില്ലി ബി ജെ പി പിടിക്കുമെന്നുള്ള ട്രെൻഡ് ജനങ്ങൾക്കിടയിലുള്ളൊരു മർമറിങ് കാമ്പയിനുണ്ട്. അത് വളരെ സാരമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. ജനങ്ങൾക്ക് തോന്നുന്നു ഇത്തവണ ജയിക്കുന്നുണ്ട്, ഇത്തവണ അങ്ങനെ എളുപ്പമൊന്നുമല്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. കാരണം വിന്നബിലിറ്റി നോക്കി വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ളവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഈ മണ്ഡലം ബി ജെ പിയുടെ താമര ചിഹ്നം അപരിചിതമായ ആളുകളൊന്നുമല്ല ദില്ലിയിലെ വോട്ടർമാർ. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 പാർലമെൻറ്റ് സീറ്റുകളും ബി ജെ പിക്ക് കൊടുത്തവരാണ്. ഇനിയിപ്പോൾ കുറേ കാലമായി ബി ജെ പി പറയുന്നുണ്ട് കേന്ദ്രം ഞങ്ങൾ ഭരിക്കുന്നു, സംസ്ഥാനം കൂടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ നമുക്ക് ദില്ലിയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും കൂടെ ആകുമ്പോൾ ദില്ലി ഇത്തവണ ബി ജെ പി പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിടിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ ചാണക്യൻ എന്ന് പറയുന്ന അമിത്ഷായ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ കരുതേണ്ടി വരും. അല്ല എങ്കിൽ അമിത്ഷായുടെ ബുദ്ധി, വൈഭവം, ചാണക്യതന്ത്രങ്ങൾ ഇത്തവണ ഡൽഹി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ.